ഒരു മാസത്തിന് ശേഷം നമ്മുടെ വീട്ടിലെത്തി. വീട്ടിൽ ഞാൻ വന്നിട്ട് ഫസ്റ്റ് ഓടിച്ചെന്നത് അടുക്കളയിലേക്കാണ്. കൈ കഴുകി ഞാൻ നേരെ ചോറിട്ടു. ചോറും നല്ല തലേന്നത്തെ പാരൽ കറി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ മീൻ വറുത്ത ഉണ്ടായിരുന്നു. ഞാൻ അതിൽ വലുത് നോക്കിയെടുത്തു. ഇപ്പം നമ്മളെടുത്താലൊന്നും പറയില്ല, കാരണം എപ്പോഴും നമ്മൾ വീട്ടിലില്ലല്ലോ, ഇങ്ങനെ വല്ലപ്പോഴും വരുമ്പോഴല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ വലീമ ഉണ്ടാക്കിയ നല്ല രസം, എനിക്ക് വലീമയുടെ രസം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മത്തി. ഞാൻ വീട്ടിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ പറയണത് മത്തി വെക്കുമോ കറി എന്നാണ് ഞാൻ ചോദിക്കാറ്. മത്തി നന്നായിട്ട് തോരൻ വെച്ചതാണ്. ഞാൻ ഈയിടെയായിട്ട് എറണാകുളത്ത് നിന്ന ടൈമിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മത്തിത്തോരൻ കഴിക്കാൻ. പിന്നെ നല്ല സാമ്പാർ, നല്ല കുഴകുഴാന്നിരിക്കുന്ന സാമ്പാർ, പിന്നെ പപ്പടം, ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പോൾ അന്തസ്. ഇത് കഴിക്കാൻ വേണ്ടി കുളിക്കാനൊന്നും ഞാൻ ഒട്ടും അത്ര ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. അവിടെ പോയി കുളിച്ചിട്ട് വന്ന് കഴിക്കാമെന്നൊന്നും ചിന്തിക്കാനുള്ള ആ ഒരു ക്ഷമ എനിക്കുണ്ടായില്ല. ആദ്യത്തുള്ളത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ലേ, ആ സാധനമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്രത്തോളം പുറത്തുനിന്ന് കഴിച്ചാൽ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ മെയിൻ താരം വന്നു, മിസ്രി പുതിയ ചെയിനൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത്രയും സ്വർണ്ണത്തിന് വില കൂടി നിന്ന സമയത്ത് അവളുടെ 1 പവൻ്റെ സ്വർണ്ണം ചെയിൻ കൊണ്ട് കളഞ്ഞു. പിന്നെ ഇത്രയും ഗൗരവത്തിലിരിക്കുന്നത് തന്മാത്ര സിനിമ കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇമോഷണലായിട്ടിരിക്കുകയാണ്. നമ്മുടെ മിസ്രിയുടെ ചെയിനാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇത് ഞാനിങ്ങ് എടുക്കുക. തരുവോടെയാള് തരുവോ? ഇങ്ങോട്ട് നോക്കി ശരിക്കും തരുവോ? പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നല്ല കട്ടൻ ചായയും 2 ഇലയപ്പവും കഴിച്ചു. ഞാൻ ഗോതമ്പിൻ്റെ ഇലയപ്പം കഴിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ അരിപ്പൊടിയുടെ ഇലയപ്പം അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ എന്തോ ഇപ്പോൾ ഇതെല്ലാം കഴിക്കാൻ ഞാൻ റെഡിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മടുത്ത് പറഞ്ഞായിരുന്നു, ഇത്രയും ടേസ്റ്റായിട്ട് ഞാൻ ഇലയപ്പം വെച്ച് കഴിച്ചിട്ടില്ല. ഞാൻ ഇത്രയും നന്നായിട്ട് ഇലയപ്പം ഞാൻ അങ്ങനെ കഴിക്കാത്ത ആളായതുകൊണ്ട് കഴിച്ചിട്ടില്ല. പിന്നെ അവിടെ ഒരു കെറ്റിലിരുന്നത് ഞാൻ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ ഇപ്പോഴേ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും മിസ്രിയും ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ വലീമ ഞങ്ങളെ കുറേ വഴക്ക് പറഞ്ഞു. അതിന് ഞങ്ങൾ വലീമയെ കളിയാക്കിക്കൊണ്ട് കുറച്ചും കൂടെ പാശ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വല്യപ്പ വന്നപ്പോൾ വൈകിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതൊക്കെ പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ ഉള്ളൂ. അതെല്ലാം ഞാനും മിസ്രിയും കൂടെ വർത്താനം പറഞ്ഞ് കഴിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ നേരം ഗോഷ്ടിയൊക്കെ കാണിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഞാൻ വന്ന ദിവസം തന്നെ ഇത്രയും ഫുഡ് കഴിച്ചു. എനിക്ക് തോന്നുന്നത് ഞാൻ തിന്നാൻ വേണ്ടി മാത്രമാണ് എറണാകുളത്തുനിന്ന് വീട് വരെ വന്നതെന്നാണ്.